നമ്മുടെ ഡബിൾ ഡെക്കർ ബസ് ഇതാ അതിമനോഹരമായിട്ട് തന്നെ സുവോളജിക്കൽ പാർക്കിൻ്റെ ഉള്ളിൽ കിടക്കാണ്. അതായത് കാഴ്ചകൾ കാണാൻ ഒരു ഡബിൾ ഡെക്കർ ബസ് നല്ല വലിയൊരു കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഡബിൾ ഡെക്കർ ബസ് നമ്മുടെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി തൃശ്ശൂർക്കാർക്കെന്നല്ല കേരളത്തിലെ ആർക്ക് വേണമെങ്കിലും തൃശ്ശൂർ കണ്ട് നമ്മുടെ മൃഗശാലയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ എന്തായാലും വലിയൊരു സമ്മാനം പോലെയാണ് ഈ ഒരു ബസ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും പുതുപുത്തൻ ഡബിൾ ഡെക്കർ ബസ് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. കുറച്ച് നിമിഷമൊക്കെ നമ്മുടെ ഗതാഗത മന്ത്രി ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് ശേഷം ഈ യാത്ര നമുക്ക് ഒന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഉള്ളിലോട്ട് പോകാം. തൃശ്ശൂരിൽ നിന്നും നമ്മുടെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് വഴി ഓടുന്ന KSRTC ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഉദ്ഘാടനം കുറച്ച് നിമിഷങ്ങൾക്കകം നടക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ബസ് അടിപൊളിയായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. പുതുപുത്തൻ ബസ്സായിരുന്നു. ഒരു പഴയ ബസ് കൊണ്ട് ട്രയൽ റണ്ണ് നടത്തിയപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞായിരുന്നു ആ ബസ്സാണ് ഇനി ഓടാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷേ മന്ത്രിമാർ മനസ്സിൽ കണ്ടത് വേറെ ആയിരുന്നു. കാരണം അത് നമുക്ക് ഉറപ്പായിരുന്നു അവരൊരു ലക്ഷ്യം കാണേണ്ട ഒരു കാര്യം ചെയ്യില്ല എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളിതാ ബസ്സിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഗംഭീര ബസ്സാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പുതുപുത്തൻ KSRTCയുടെ ബസ്സാണ്. അപ്പോൾ ഉള്ളിലെ കാഴ്ചകൾ അതിമനോഹരമാണ്. ഇനി വിനോദസഞ്ചാരികൾക്ക് തൃശ്ശൂർ റൗണ്ടും വടക്കുന്നാഥനൊക്കെ ചുറ്റി നഗര കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഇങ്ങോട്ട് സൂവിലേക്ക് വന്ന് സൂവിൻ്റെ ഉള്ളിലൂടെ പോയി മൃഗങ്ങളെ തൊട്ടടുത്ത് കണ്ട് കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു അടിപൊളി ഡബിൾ ഡെക്കർ ബസ്സാണ്. ബസ്സിൻ്റെ പുറത്ത് ആ ചിത്രങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വടക്കുന്നാഥൻ്റെയും അതുപോലെ തന്നെ പൂരത്തിൻ്റെയും മാനുകളുടെയും അതുപോലെ കഥകളി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബസ്സൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം ഗണേഷ് കുമാർ സാറിൻ്റെ മക്കളാണ്. അപ്പോൾ അവരാണിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, മകനാണിത് ചെയ്തിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഡിസൈനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒരു തൃശ്ശൂർ KSRTCയുടെ ഒരു പൊൻതൂവലാണ് ഈ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നഗരം ഇപ്പോൾ തന്നെ നമ്മുടെ റോഡുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ട് മാറിക്കഴിഞ്ഞു. ഇതിനിടയിൽ എനിക്ക് പറയാനുള്ള കാര്യമാണ് ഈ മിനിസ്റ്റർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും തിരക്കിനിടയിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ അദ്ദേഹം കണ്ടത് പേപ്പറുകൾ വാങ്ങണം, ഒപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ രാജൻ മിനിസ്റ്ററെ കുറിച്ച് പറയാണ്, നമ്മുടെ സ്വന്തം രാജേട്ടനെ കുറിച്ച് പറയാൻ കേട്ടോ. കാരണം അദ്ദേഹം ഒരാൾ മതി ഒരു ഇത്രയും നാട് ഭരിക്കാനും അതുപോലെ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യാനായിട്ടാ. അപ്പോൾ നമ്മൾ നേരെ ബസ്സിൻ്റെ മുകളിലേക്ക് പ്രവേശിച്ചു. മുകളിൽ നിന്നുള്ള കാഴ്ച അതിഗംഭീരമാണ് കേട്ടോ. നമ്മുടെ സ്വന്തം തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് അതിഗംഭീരമായിട്ട് കാണാം. ഇതുപോലെ തന്നെ നമ്മൾ ടൗണിൽ നിന്ന് വരുമ്പോൾ തൃശ്ശൂർ ടൗണും പള്ളിയും നമ്മുടെ ലൂർദ് പള്ളിയും പുത്തൻ പള്ളിയും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കണ്ട് നമുക്ക് ബസ്സിൽ നിന്ന് യാത്ര ചെയ്യാം കേട്ടോ. അതൊക്കെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സൂവിൻ്റെ ടിക്കറ്റും കൂടി ആ ബസ് ഫെയറിൽ എന്തായാലും നമ്മൾ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിലാണുള്ളത്. നമ്മുടെ സ്വന്തം തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ മുറ്റത്ത് തന്നെയാണ് നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്നത്. എന്തായാലും തൃശ്ശൂർക്കാർക്ക് ഇനി മൊത്തത്തിൽ സഞ്ചരിക്കാനുള്ള അല്ലെങ്കിൽ തുറന്ന രീതിയിൽ സഞ്ചരിക്കാനുള്ള ഒരു വാഹനം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇനി തൃശ്ശൂർ കണ്ട് സുവോളജിക്കൽ പാർക്കിലേക്ക് യാത്ര ചെയ്യാം. അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ സൂവിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഒരുപാട് പേര് വണ്ടിയിൽ ഇരുന്നിട്ടുണ്ട്. ഇനി വാഹനം എടുക്കുന്നതോടുകൂടി കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ സൂവിൻ്റെ പ്രധാനപ്പെട്ട 2 വ്യക്തികളാണ് നമ്മുടെ വർഗീസ് സാറും അതുപോലെ തന്നെ ഡയറക്ടർ നാഗരാജ് സാറും. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുപാട് പ്രവർത്തനങ്ങൾ കൃത്യമായി കൊണ്ടുപോകാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ രണ്ടുപേരും ബസ് വന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവരുടെ മികവിൽ സുവോളജിക്കൽ പാർക്കിന് അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പൊക്കോളും. അപ്പോൾ എന്തായാലും ബസ് നമ്മുടെ സുവോളജിക്കൽ പാർക്കിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? അങ്ങനെ തൃശ്ശൂരിനും ഒരു ഡബിൾ ഡെക്കർ ബസ്സായി. 2 ആൾ പൊക്കല്ല, അതിനേക്കാൾ പൊക്കത്തിൽ തൃശ്ശൂർ കാണാൻ, അതിനേക്കാൾ ഏറ്റവും മനോഹരമായി 3 കുന്നുകളുടെ നടുവിൽ കാടായിട്ട് മാറാൻ പോകുന്ന സുവോളജിക്കൽ പാർക്കിൻ്റെ ഉൾക്കാഴ്ചകൾ, ആകാശ കാഴ്ചകൾ കാണാൻ ഒരു ഡബിൾ ഡെക്കർ ബസ് നല്ല കൊള്ളാവുന്ന തൃശ്ശൂരിലേക്കാണ് തന്നതെന്നുള്ളത് കൊണ്ട് ആനയും പൂരവും പുലിക്കളിയും എല്ലാം ചിത്രങ്ങളായി വരച്ചു വെച്ച് തൃശ്ശൂരിന് സ്വന്തമായിട്ടൊരു ഡബിൾ ഡെക്കർ ദീർഘകാലത്ത് ആവശ്യമായിരുന്നു. തിരുവനന്തപുരത്ത് വന്നു, എറണാകുളത്ത് വന്നപ്പോൾ കൊതി മൂത്തു. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോട് പറഞ്ഞപ്പോൾ മിനിറ്റുകൾക്കകമാണ് സഞ്ചാര സാധ്യത ഉണ്ടാക്കിയത്. ഞങ്ങളിവിടെ നേരത്തെ ഒരു ട്രയൽ റൺ നടത്തിയിരുന്നു ഇതിൻ്റെ ഫീസിബിലിറ്റി അറിയാൻ. അന്ന് പല ആളുകളും പറഞ്ഞു പഴയ ഡബിൾ ഡെക്കർ എടുത്തുകൊണ്ട് വന്ന് ഓടിച്ചിട്ട് ആളെ പറ്റിക്കാനാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ. അങ്ങനെയല്ല, ഞങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യുന്നവരാണ്. പുതിയ ബസ് തൃശ്ശൂരിന് വേണ്ടി മേടിച്ചിരിക്കുകയാണ്. 2 നിലകളിലായിട്ടുള്ള മനോഹരമായിട്ടുള്ള ബസ്സിൻ്റെ മുകളിലിരുന്നാൽ കാണാൻ പറ്റുന്ന അത്ഭുത കാഴ്ചകളാണ്. ഞാൻ ആദ്യത്തെ ട്രയൽ റൺ നടത്തുമ്പോൾ ലൂർദ് പള്ളിയും തൃശ്ശൂർ നഗരമൊക്കെ നേരത്തെ നമ്മൾ കണ്ടതല്ല. ഈ സുവോളജിക്കൽ പാർക്കിൽ എല്ലാ ദിവസവും നടക്കുന്ന ഒരാളാണ്. പക്ഷേ
ഈ സുവോളജിക്കൽ പാർക്കിൻ്റെ ഉള്ളിലൂടെ ട്രയൽ റൺ നടത്തിയപ്പോൾ ഞാൻ കാണുന്ന സുവോളജിക്കൽ പാർക്കല്ല അതിൻ്റെ മുകളിലിരുന്ന് കാണുമ്പോൾ അപ്പോൾ രസകരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പുത്തൂരിൻ്റെ ഈ മലയോര സൗന്ദര്യവും തൃശ്ശൂരിൻ്റെ നഗര സൗന്ദര്യവും പള്ളിയും അമ്പലവും ഒക്കെ ആകാശത്തിരുന്ന് കാണാൻ പറ്റിയ ഒരു ഡബിൾ ഡെക്കർ ബസ് ഗണേഷ് കുമാർ മന്ത്രിയോട് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. അങ്ങനെ കുറച്ച് സമയത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാർ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അദ്ദേഹം കുറച്ച് നേരം സംസാരിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതോടെ ബസ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട്. 2 വണ്ടി, കോഴിക്കോട് ഒരു പച്ച കളർ വണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇത് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ എൻ്റെ മകനും അവൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഈ വോൾവോ ബസ്സെല്ലാം ഡിസൈൻ ചെയ്യുന്നത്. കേരള എല്ലാ ബസ്സും അവരെ കൊണ്ട് തന്നെ ഇത് ഡിസൈൻ ചെയ്യിച്ചു. അപ്പോൾ തൃശ്ശൂരിൻ്റെ എല്ലാ മോഹിനിയാട്ടമുണ്ട്, തൃശ്ശൂർ പൂരമുണ്ട്, ചെണ്ടമേളമുണ്ട്, പഞ്ചവാദ്യം, അതുപോലെ പുലികളിയുണ്ട്, പിന്നെ നമ്മുടെ മാനുണ്ട്. നമ്മുടെ ഈ ഒരു മൃഗശാലയുമായി ബന്ധപ്പെട്ട ഒരു 2 മാനിനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു മനോഹരമായൊരു ഇതാണ്. ഈ ഒരു ട്രിപ്പ് വളരെ നന്നായിരിക്കും. ഇതെല്ലാം ഇവിടുന്ന് തിരിച്ചു പോയിട്ട് റൗണ്ടിൽ കറക്കമുണ്ട്. പൂരമൊക്കെ വരുന്ന സമയത്ത് റൗണ്ടിൽ തന്നെ കറങ്ങിയാൽ തന്നെ ഭയങ്കരമായ കാഴ്ചയായിരിക്കും. ഇതിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ കാണാത്ത തൃശ്ശൂരിൻ്റെ ഒരു കാഴ്ചയായിരിക്കും. അതെ, മൃഗശാലയും കൂടി കാണാൻ വേണ്ടി അപ്പോൾ ഇവിടെ നിന്നും ബസ് എടുക്കുന്നത് നമ്മുടെ സ്വന്തം ഗണേഷ് കുമാർ മിനിസ്റ്റർ തന്നെയാണ് കേട്ടോ. അദ്ദേഹം പണ്ട് ഒരു അടിപൊളി ഡ്രൈവറാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹം തന്നെയാണ് ബസ് മുന്നോട്ട് എടുക്കുന്നത്. അദ്ദേഹം എടുത്ത് ഓടിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ സ്വന്തം ജയരാജ് വാര്യറേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടിയാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അപ്പോൾ എന്തായാലും അദ്ദേഹവും ഫാമിലിയായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആ ബസ് ഇനി മുന്നോട്ടെടുക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാരെല്ലാം. അതിൻ്റെ സന്തോഷത്തിലാണ്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും ടാറ്റയൊക്കെ കൊടുത്ത് ബസ്സിനെ യാത്രയാക്കാണ്. അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ രാവിലെ 8 മണിക്ക് പുറപ്പെട്ട് വെയിലാവുന്നതോട് ഇവിടെ എത്തി തിരിച്ച് വൈകുന്നേരം തൃശ്ശൂരിൽ നിന്നും 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകിട്ട് ഇവിടെ സൂ കറങ്ങി തിരിച്ചെത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും യാത്ര സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. എല്ലാവരും സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ മിനിസ്റ്റർ തന്നെയാണ് വണ്ടി ഓടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്നും തൃശ്ശൂരിലേക്ക് ബസ് യാത്ര ചെയ്യുക. എന്തായാലും നമ്മൾ പകുതി ദൂരം നമ്മുടെ സ്വന്തം നാടായിട്ടുള്ള പുത്തൂരിലേക്ക് നമ്മൾ കുറച്ച് നേരം ഒന്ന് യാത്ര ചെയ്യാൻ പോകണത്. എല്ലാവരും വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു KSRTC ബസ് ലഭിക്കുന്നത്. അതുപോലെ ടൂറിസ്റ്റ് മേഖലയിൽ വലിയൊരു മാറ്റത്തിന് ഒരു പൊൻതൂവൽ കൂടിയാണ് ഈ ഒരു ഡബിൾ ഡെക്കർ ബസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് അവിടെ ബസ്സുകൾ കിടക്കണതാണ്. കുറേ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. നേരെ കാണുന്നതാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ ബസ്സിൻ്റെ യാത്ര പതുക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൂവിൽ നിന്നും എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം രാജേട്ടൻ എല്ലാവർക്കും ടാറ്റ കൊടുക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മിനിസ്റ്ററാണ് നമ്മുടെ സ്വന്തം രാജേട്ടൻ. നമ്മളൊക്കെ സ്നേഹത്തോടെ രാജേട്ടൻ എന്ന് വിളിക്കുന്ന നമ്മുടെ രാജൻ മിനിസ്റ്റർ കേട്ടോ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ എല്ലാവരും ടാറ്റ കൊടുത്ത് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ഒരുപാട് ഉദ്യോഗസ്ഥരും ഈ വാഹനത്തിൽ തന്നെ ഉണ്ട്. KSEB ഉദ്യോഗസ്ഥരും ലൈൻ കമ്പിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മാറ്റാനായിട്ട്. അതുപോലെ തന്നെ ബസ് കുറച്ച് വേഗത കുറഞ്ഞാണ് പോകുന്നത്. കാരണം നമ്മുടെ ടാറിങ് പക്കയായിട്ട് കഴിയാറായിട്ടുണ്ട്. പുത്തൂർ സെൻട്രൽ മുതൽ അതുപോലെ തന്നെ കുരിശുമൂല വരെയുള്ള ടാറിങ് കുറച്ചും കൂടി നടത്താനുണ്ട്. അതും അതിവേഗത്തിൽ തന്നെ പണി നടന്നുകൊണ്ടിരിക്കണം. അതും കൂടി ആയിക്കഴിഞ്ഞാൽ സൂവിൻ്റെ വഴി അതിഗംഭീരമാവും. അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം നാട്ടിൽ ഡബിൾ ഡെക്കർ ബസ്സിൽ നമ്മൾ വ്ളോഗ് ചെയ്ത് പോവാണ്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. അങ്ങനെ നാട്ടുകാരൊക്കെ കൈയൊക്കെ കാണിച്ചതാ എല്ലാവരും ഓളിയൊക്കെ ഇട്ടതാ. വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഓളിയിടുന്ന ശബ്ദമാണ് കേൾക്കണം കേട്ടോ. ഞാനതിൽ ഒന്നും മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ രാജൻ മിനിസ്റ്റർ ഒരുപാട് പേരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം തന്നെ ഇനി നമുക്ക് മിനിസ്റ്ററായിട്ട് മതിയെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. കാരണം അദ്ദേഹമാണ് ഒല്ലൂരിൻ്റെ ആ ഒരു സ്വപ്നങ്ങളൊക്കെ നിറവേറ്റി തന്നത്. ഇത്രയും നാളും ഒറ്റയാൾ പോരാട്ടം എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാൻ സാധിക്കട്ടെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓടി നടന്നു. ഇപ്പോൾ നമ്മൾ കണ്ടില്ല നേരത്തെ തന്നെ ഫയലും കാര്യങ്ങളൊക്കെ ചെയ്ത്. പുത്തൂർ സ്കൂളാണ് കേട്ടോ. വലിയ വികസനമാണ് സ്കൂളിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. കുട്ടികളൊക്കെ വളരെയധികം സന്തോഷത്തിലാണ്. അപ്പോൾ എന്തായാലും ബസ് നമ്മൾ പകുതിയത്തെ പുത്തൂർ ഇറങ്ങി. മിനിസ്റ്റർമാർ 2 പേരും കാറിൽ കയറി അടുത്ത ഉദ്ഘാടനത്തിന് നമ്മുടെ തൃശ്ശൂർ KSRTC തറക്കല്ലിടാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അദ്ദേഹം
പോവാണ്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. ഇനി കുറച്ച് ദിവസത്തിനകം റോഡൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള KSRTC ഡബിൾ ഡെക്കർ ബസ് ആരംഭിക്കും. എല്ലാ വിനോദസഞ്ചാരികൾക്കും നമ്മുടെ പുത്തൂരിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ബസ്സിനും കാര്യങ്ങളും ഡീറ്റെയിൽസും അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ ഞാൻ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ KSRTC ബസ്സിന് ടാറ്റയും നൽകി നമ്മുടെ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനിയുള്ള യാത്രാ വീഡിയോകൾ അടുപ്പിച്ച് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ KSRTCയിലെ നമ്മുടെ സ്വന്തം പുതിയ ഡബിൾ ഡെക്കർ ബസ് അങ്ങനെ പോവാണ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.